ശാസ്ത്രീയ അഥർവവേദ പഠനം കാണ്ഡം 7 അനുവാദം 4 സൂക്തം 46. ഇതിലെ ദേവത സീനിവാലിയാണ്. സീനിവാലി എന്ന് പറയുമ്പോൾ ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, കറുത്ത വാവുണ്ട്, വെളുത്ത വാവുണ്ട്. കറുത്ത വാവ് ദിവസം ചന്ദ്രനെ കാണാൻ പറ്റില്ല. ചന്ദ്രൻ സൂര്യനോട് ചേർന്ന് നിൽക്കുകയാണ്. അപ്പോൾ ചന്ദ്രൻ്റെ ശക്തിയെല്ലാം പൂർണ്ണമായിട്ട് നശിച്ചു പോകും. നമ്മളിലേക്കുള്ള സാധ്യത ആകർഷണബലം സൂര്യൻ്റെ ഇടക്കുണ്ടാകുമ്പോൾ അത് നിഷ്പ്രഭമായി പോകും. എന്നിട്ട് ഓരോ ദിവസം കൂടുമ്പോഴാണ് ചന്ദ്രൻ വലുതായി വലുതായി വരുന്നത്. അങ്ങനെ ഒന്നാമത്തെ ദിവസം, അപ്പം കറുത്ത വാവിനാണ് അമാവാസി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഒന്നാമത്തെ ദിവസം ചന്ദ്രൻ്റെ കുറച്ച് ഒരു ചെറിയൊരു വാള് മാതിരി കാണാൻ പറ്റും, ഒരു ചെറിയ ഭാഗം. ഒന്നാമത്തെ ദിവസം അതിന് ജ്യോതിഷത്തിൽ ശുക്ലപക്ഷ പ്രഥമ എന്ന് പറയും. ആ ഒരു ചന്ദ്രനെ നമ്മൾ സ്വാധീനിക്കാനുള്ള കഴിവ് ആണിവിടെ പറയാൻ പോകുന്നത്. ആ ഒരു ദിവസത്തിൻ്റെ ആ ഒരു ചന്ദ്രൻ്റെ പൊസിഷൻ ശുക്ലപക്ഷ പ്രഥമ, അല്ലെങ്കിൽ കർത്തവാവിന് ശേഷമുള്ള അടുത്ത ദിവസം. ആ ബലത്തെയാണ് സീനിവാലി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ആ ശക്തിക്ക്, ആ സീനിവാലിക്ക് നമ്മളിൽ അല്ലെങ്കിൽ പ്രജകളിലെല്ലാം നല്ല സ്വാധീനം ചെലുത്താൻ കഴിവുണ്ട് എന്നാണ് പറയുന്നത്. ആ ദിവസത്തിൻ്റെ പ്രത്യേകത അതിന് വളരെയധികം നമ്മളെ ജീവിതവുമായിട്ട് വലിയ സ്വാധീനിക്കാൻ കഴിവുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരാമർശമാണ്. അപ്പം ഈ സൂക്തം എന്നത് ഇതും അടുത്തതും ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഗ്രഹങ്ങളെല്ലാം എങ്ങനെയാണ് നമ്മളെ സ്വാധീനിക്കുന്നത് എന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഇവിടെ ശുക്ലപക്ഷ പ്രഥമ ദിവസം, അതിന് സീനിവാലി എന്ന് പേര് കൊടുത്തു. ആ ഒരു പൊസിഷനിൽ ചന്ദ്രൻ നമ്മളെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്നെല്ലാമാണ് ഇവിടെ പറയാൻ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് കാണ്ഡം 7 അനുവാദം 4 സൂക്തം 46 എന്താണ് പറയുന്നതെന്ന് നോക്കാം. സൂക്തം 46. ഋഷി അഥർവൻ, ദേവത സിനിവാലി, ഛന്ദസ് അനുഷ്ടുപ്പ് തൃഷ്ടുപ്പ്. സിനിവാലി പൃഥുഷ്ടുകേ യാ ദേവാനാമസി സാ ജൂഷസ്വ ഹവ്യമാഹുത പ്രജാം ദിവി ദിദിഢേ നഃ യാ സുബാഹു സ്വങ്കുരി സൂഷുമ ബഹുസൂവരീ തസ്യൈ വിഷ്പത്ന്യൈ ഹവി സിനിവാല്യൗ ജൂഹോദന യാ വിശ്വപത്നീന്ദ്രമസി പ്രതീചി സഹസ്ര സ്തുകാഭിയന്തി ദേവി വിഷ്ണോ പത്നി തുഭ്യം രാധാ ഹവിംഷി പ്രതി ദേവി രാധസേ ചോദായസ്വ. ഭാവാർത്ഥം: അമാവാസ്യ കഴിഞ്ഞു വരുന്നതും ദേവന്മാരുടെ പത്നിയും വേർതിരിവില്ലാതെ പ്രവർത്തിക്കുമ്പോൾ ദേവകളുടെ സഹോദരിയായ നീ ഹവിസ്സു സ്വീകരിച്ച് നമുക്ക് പുത്രാദികളെ നൽകണേ. ഇവൾ പ്രജാപരിപാലനത്തിലെ സമർത്ഥയാണ്. ഇവൾ ഇന്ദ്രന്റെ അടുക്കൽ പോയി സഹായം സ്വീകരിച്ചിട്ട് പ്രജാപരിപാലനം നടത്തും. അവൾ നമ്മുടെ ഹവിസ് സ്വീകരിച്ച് ഭർത്താവായ ഇന്ദ്രനിൽ നിന്നും ധനം നേടിത്തരുന്നു. അമാവാസി കഴിഞ്ഞു വരുന്ന എന്ന് പറയുമ്പോൾ
കർത്തവാവ് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ശുക്ലപക്ഷ പ്രഥമ ദിവസം ദേവന്മാരുടെ പത്നിയാണ്. ദേവന്മാരുടെ പത്നി എന്ന് പറഞ്ഞാൽ എല്ലാ ദേവന്മാരുടെ പത്നിയാവില്ലല്ലോ. അപ്പോൾ ദേവന്റെ പത്നി ദ്വയം. അപ്പോൾ ആ ദ്വയ സ്വഭാവമുള്ളതാണ് എന്ന നിലയിൽ എടുത്താൽ മതി. വേർതിരിവില്ലാതെ പ്രവർത്തിക്കുമ്പോൾ, വേർതിരിവില്ലാതെ ഒരു പ്രവൃത്തിയാണെന്നും പറയുന്നുണ്ട്. കാരണം കർത്തവാവില് ചന്ദ്രൻ സൂര്യനോട് ചേർന്നത് കൊണ്ട് ചന്ദ്രന് തീരെ ബലമില്ല. അടുത്ത ദിവസം കുറച്ചൊന്ന് ചന്ദ്രക്കല പ്രത്യക്ഷമാകും. അപ്പോഴും ബലം കുറവ് തന്നെയാണ്. ചന്ദ്രൻ മനസ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ടാണ് വേർതിരിവില്ലാതെ പ്രവർത്തിക്കുമ്പോൾ എന്ന് പറയുന്നത് മനസ്സിനൊരു സ്ഥിരതയൊന്നും ഇല്ലാത്തൊരു ദിവസമാണ്. ദേവതകളുടെ സഹോദരിയുമായ സഹോദരനും സഹോദരിയും അതും ദ്വയമാണ്. അപ്പം ദേവന്മാരുടെ നെഗറ്റീവായിട്ട് ഈ ഗ്രഹത്തെ എടുക്കണം. നീ ഹവിസ് സ്വീകരിച്ച്, അതോട് നമ്മളുടെ ഹവിസ് സ്വീകരിച്ചിട്ട് നമുക്ക് പുത്രാദികൾ നൽകണേ എന്ന് പറയുകയാണ്. അപ്പോൾ പുത്രന്മാർ ജനിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ശുക്ലപക്ഷ പ്രഥമക്ക് കുറച്ച് പ്രാധാന്യമുണ്ട് എന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കണം. അതായത് സീനിവാലി എന്ന അതിനാണ് ദേവത എന്ന് പറയുന്നത്. അതിന് പുത്രന്മാർ ജനിക്കുന്നത് കർത്തവാവ് കഴിഞ്ഞിട്ടുള്ള അടുത്ത ദിവസത്തിന് കുറേ പ്രാധാന്യമുണ്ട് എന്ന നിലയിൽ അതിനെ കാണണം. ഇവൾ പ്രജാപരിപാലനത്തിൽ സമർത്ഥയുമാണ്. അതേസമയം പ്രജകളെ പരിപാലിക്കുന്നതിൽ, ലോകത്തിലെ ജനങ്ങളെയെല്ലാം പരിപാലിക്കുന്നതിൽ സമർത്ഥയുമാണ് എന്ന് പറയുകയാണ്. അപ്പം ആ ദിവസത്തിന് കർത്താവ് കഴിഞ്ഞിട്ടുള്ള ശുക്ലപക്ഷത്തിലെ പ്രഥമക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്ന നിലയിൽ തന്നെ കാണണം. കാരണം പ്രജകളെ പരിപാലിക്കാൻ, പ്രജകൾക്ക് വേണ്ട കാര്യങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുന്നത്, അതിന് വലിയ കഴിവുണ്ട് എന്ന് പറയുകയാണ്. പ്രത്യേകിച്ച് ഇവിടെ പുത്രന്മാരുടെ കാര്യവും പറഞ്ഞു. അവൾ ഇന്ദ്രന്റെ അടുത്ത് പോയി. ഇന്ദ്രനാണ് എല്ലാ കർമ്മങ്ങളും പൂർത്തീകരിക്കുന്നത്. മക്കളുണ്ടാകുന്നത് പുരുഷബീജനവും അണ്ടവും കൂടി ചേർന്നിട്ടാണ്. അവിടെ ഒരു രാസപ്രവർത്തനമാണ് നടക്കുന്നത്. ആ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുന്ന ശക്തി വിശേഷമാണ് ഇന്ദ്രൻ. ആ ഇന്ദ്രന്റെ അടുത്ത് പോയി സഹായം സ്വീകരിച്ച് പ്രജാ പരിപാലനം നടത്തുന്നു. അപ്പം ഇന്ദ്രന്റെ സഹകരണത്തോടുകൂടി അവൾ പ്രജാപരിപാലനം നടത്തുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് പുത്രന്മാരെ ജനിപ്പിക്കുന്നതിനും പ്രജകളുടെ പരിപാലിക്കുന്നതിനെല്ലാം കഴിവ് ആ ഉദിച്ചുയരുന്ന ചന്ദ്രനുണ്ട്. സൂര്യനോട് ചേർന്ന് കിടക്കുമ്പോൾ കർത്തൻ, പിന്നെ പുറത്തൊന്ന് തലവഴിയിലേക്ക് ഒന്നാമത്തെ ദിവസം, അപ്പോഴാണ് ചെറിയ ചന്ദ്രക്കലവലി കാണുക. ഉദിച്ചുയരുന്നു. അപ്പോൾ അതേപോലെ തന്നെ സൂര്യനും, ഉദിച്ചിരുന്ന സൂര്യന് വലിയ പ്രാധാന്യമില്ല. നട്ടുച്ചക്ക് നിൽക്കുന്ന സൂര്യനെക്കാട്ടിയും ഉദിച്ചു വരുന്ന, രാവിലെ ഉദിച്ചു വരുമ്പോഴാണ് പക്ഷികളെല്ലാം പറന്നകലുന്നത്, നമ്മളെല്ലാം ആക്റ്റീവ് ആകുന്നത്. അപ്പം സൂര്യൻ നേരെ മുകളിൽ നിൽക്കുന്നതിനല്ല ബലം, ഉദിച്ചു വരുന്നതിനാണ്. അതേപോലെ തന്നെ സൂര്യനിൽ നിന്നും ചന്ദ്രൻ മാറുന്ന ആ തുടക്കത്തിന് വലിയ പ്രാധാന്യം ജ്യോതിഷപരമായിട്ട് ഉണ്ട് എന്ന് കണക്കാക്കണം. അവളെപ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ഹവിസ് സ്വീകരിച്ച് ഭർത്താവായ ഇന്ദ്രനിൽ നിന്നും ധനം നേടിത്തരും. ഇവിടെ ഇന്ദ്രൻ ഭർത്താവാണെന്ന്, ഇന്ദ്രൻ ദേവതയാണല്ലോ. ഇന്ദ്രൻ ഭർത്താവായ ഇന്ദ്രനിൽ നിന്നും ധനം നേടിത്തരും. അപ്പം അത്രയും അടുപ്പമാണ്. ഇവള് സീനിവാലി എന്ന ആദ്യ ആ ഒരു ചന്ദ്രൻ്റെ ആ പൊസിഷൻ എന്നാണ് അത് പറയുന്നത്. അത് ഇന്ദ്രനുമായിട്ട് വളരെ അടുത്ത് ഉണ്ട്. ഇന്ദ്രനാണ് എല്ലാ യജ്ഞങ്ങളും ചെയ്യുന്നത്.
ഇപ്പം നമ്മളുടെ എല്ലാ ആഗ്രഹങ്ങളും പല ആഗ്രഹങ്ങളും എല്ലാം ഒന്നും പറയണ്ട, പ്രത്യേകിച്ച് കുട്ടികളുണ്ടാകുന്ന കാര്യം, പ്രജാപരിപാലനം, ഇതിനെല്ലാം വളരെ കഴിവുള്ളവളാണ് ഈ സീനി വാലി. അവൾ ഇന്ദ്രൻ്റെ അടുത്ത് പോയിട്ട് എല്ലാ കാര്യങ്ങളും സാധിപ്പിച്ചു തരും. നമ്മൾ ഹവിസ്സർപ്പിക്കുകയാണ്. കുട്ടികളെ കെട്ടടിക്ക് ഹവിസ്സർപ്പിക്കുക എന്ന് പറയുന്നത് ആ തരത്തിൽ കാണും. അപ്പോൾ മറ്റുള്ള കർമ്മങ്ങൾക്കെല്ലാം ഈ 1-ാം ദിവസത്തിൽ പല കർമ്മങ്ങൾക്കും വലിയ പ്രാധാന്യമുണ്ട് എന്ന് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്.